ആ അല്ല അയലൊക്കക്കാരനാണോ? ഒരു ചേട്ടനുണ്ട് മമ്മൂട്ടിയുടെ തൊട്ട് അയൽവക്കം. ഇതൊരു സ്കൂൾ വായനശാല അല്ല, ഇവിടെ നൃത്താലയ പറ്റടുത്ത്. അപ്പൊ എന്താണ് ചേട്ടന്റെ പേര്? വിശ്വംഭരൻ ചേട്ടൻ, മമ്മൂട്ടിയുടെ തൊട്ട അയൽവക്കക്കാരൻ. അപ്പൊ കുറച്ച് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞാലും എന്റെ അമ്മയുടെ പേര് കൂട്ടി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് മമ്മൂട്ടി കാണും. ഞാൻ വീട്ടിൽ കൊടുക്കുന്നതൊക്കെ പുള്ളി ഇവിടുത്തെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ഇതായിരുന്നു. നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. 3 പെങ്ങന്മാരുണ്ട്, 2 അനിയന്മാരുണ്ട്. ഒരു അനിയന്റെ പേര് ഇബ്രാഹിംകുട്ടി, ഒന്ന് സക്കരിയ. പുള്ളിയുടെ മൂത്ത പെങ്ങളുടെ പേര് ആമിനത്ത, സബിത, സാബിന. ഒരു 6 പേരാണ്. മാപ്പാടെ പേര് ഇസ്മയിൽ. ഉമ്മയൊക്കെ നല്ല സ്നേഹമുള്ള സ്ത്രീയാണ്, നല്ല സ്നേഹമുള്ള ഉമ്മയാണ്. ഞങ്ങളെപ്പോഴും നമുക്ക് ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് മാറി താമസിച്ച് അങ്ങോട്ട് അപ്പുറം അവിടെ അവരുടെ വാപ്പാടെ സ്ഥലമൊക്കെ ഉണ്ട്, പോലെ ഉണ്ടായിരുന്നു. ഒക്കെ മാറി അവർ വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതവർ കിട്ടി. ഇതിപ്പോൾ അവർ മമ്മൂട്ടി തന്നെയാണ് ഇങ്ങനെ പറയുമ്പോൾ ഒരേളയച്ചനെ സ്ഥലം. അതുകൊണ്ട് അവരിങ്ങനെ വീട് സംരക്ഷിക്കണം. അതെ, അത് ഇതാർക്കും കൊടുക്കും, വാടകം കൊടുക്കില്ല, വിലക്കും കൊടുക്കില്ല, മെയിൻറ്റെയിൻ ചെയ്ത് സംരക്ഷിക്കണം. അത് ഭയങ്കര കൊത്തുപണിയുള്ള വീടാണ്. പണ്ട് പോലത്തെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പണക്കാരെന്ന് തന്നെ പറയാം. പണ്ടത്തെ പണക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടേ പോലും സാധാരണക്കാരൊക്കെ ആയിട്ട് ഇവിടെ കുറെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും പിള്ളേരെ അദ്ദേഹം അറിയില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു 25 വയസ്സുള്ള പിള്ളേരൊന്നും പുള്ളി അറിയില്ല. ന്യൂജൻ അറിയില്ല. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് മനസ്സിലാവും. അതെ, ഞാൻ തൊട്ട് കിഴക്കേ ഇവിടെ പറ്റാവിടെ. എൻ്റെ അമ്മയുടെ പേര് കോതയെന്നാണ്. ഇങ്ങനെ എന്നെ വിളിക്കും അങ്ങനെ പെട്ടെന്ന് പുള്ളി ആ പേര് കൂട്ടി വിളിച്ചിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും അടുത്ത കാലത്ത് കാണാൻ വേണ്ടി വളർന്നു പോയായിരുന്നേ. അദ്ദേഹം ഇല്ലായിരുന്നു. അത് നിരാശ തിരിച്ചു പോകും. പനമ്പിള്ളി നഗറിൽ ഇളംകുളം മനസ്സിലായി, കടവന്ത്ര വാട്ടർ ഫണ്ടെല്ലാം മനസ്സിലായി. അത് കണ്ടുപിടിച്ച് തിരക്കി പിടിച്ചാൽ ഞാൻ പോയത് 4 മണിക്കൂർ നടന്ന് സ്ഥലം തിരക്കി പിടിച്ചു. മമ്മൂട്ടിയുടെ കുട്ടികളൊക്കെ അതുങ്ങളെ ചെറുപ്പത്തിൽ കുഞ്ഞിലെ കണ്ടതല്ലാതെ അത് നമുക്ക് വലിയതൊന്നുമില്ല. വൈഫിനെ ഇവിടെ വാപ്പ മരിച്ചപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് അല്ലാതെ കല്യാണം കഴിഞ്ഞ സമയത്തില്ലേ അന്നേരം നമ്മൾ കണ്ടത് മാത്രം. അല്ലാതെ മമ്മൂട്ടിയുടെ വൈഫിന്റെ നാട് എവിടെയപ്പോ? മട്ടാഞ്ചേരിക്കാരി. അവരൊക്കെ സ്ത്രീകൾ അവരുടെ വാപ്പയാരെ നമ്മൾ പണക്കാരാണ്, നല്ല കാശ്. അതൊന്നും പറയാനില്ല. അറിയാം വല്ലപ്പോഴൊക്കെ ഇദ്ദേഹത്തിന് കാണാൻ എവിടെയെങ്കിലും വന്നു പറയുമ്പോൾ ചെല്ലും കാണാനൊക്കെ. നമ്മളെപ്പോഴൊക്കെ കാണാൻ അദ്ദേഹത്തിന് നേരിൽ കണ്ടാൽ മതി നമുക്ക് മാറും. എനിക്ക് ഇന്നെ ഒന്ന് കാണണം കേട്ടാൽ മതി ചെന്ന് കയറി കാണാൻ പറ്റും. അല്ലാതെ വലിയ ആൾക്കാരൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റൂല. കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാ. ഇവിടെ വരാറില്ല, അവർ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടാവും. വിളിച്ച നാടല്ലേ, അവർക്ക് വല്ലപ്പോഴും വരണ്ടേ. അവരെ പുള്ളിക്കടെ വന്നാൽ നാട്ടുകാർക്ക് ഇപ്പോഴും കാണാൻ ആഗ്രഹം. ഒരു വിഭാഗത്തിനുണ്ട്. സാധാരണക്കാരാണ്, സാധാരണക്കാരനാണ്. അല്ല പുള്ളിയുടെ ഒന്നും ആഗ്രഹിച്ചില്ലേ കാണണമെന്ന് പറയണം. വന്നു കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടുകാരനാണെന്ന് പറയാൻ ഒരു അഭിമാനം. എനിക്കൊരു അനുഭവം ഉണ്ടായതാ. ഞാൻ ഇവിടെ പെരുമ്പടപ്പ് പടിഞ്ഞാറ് ഒരു പണിക്ക് പോയപ്പോഴേ ഒരു മാസങ്ങൾ നിൽക്കേണ്ടി വന്നു. അത് നിന്ന് പണിത് വരുന്നപ്പോഴേക്കും അവിടെ വെളുപ്പിനെ ചായ കുടിക്കാൻ ചെയ്തു. അപ്പം ഈ നമ്മൾ സമുദായം പറയാല്ലേ, ഈ മുസ്ലിം സമുദായമാണ് ഞാൻ ചെന്ന ഏരിയ കൂടുതൽ. അപ്പൊ രാവിലെ ചെല്ലുമ്പോഴേക്കും എവിടെയാ എന്റെ വീട് വയ്ക്കാം വയ്ക്കാൻ ചെമ്പായിരുന്നു. ഇപ്പൊ അവിടെ എടുത്താലും നമുക്ക് മമ്മൂട്ടി കാണാം. ഞാൻ മമ്മൂട്ടി അയൽവക്കക്കാരനാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു സുഖം. അപ്പൊ ഉടനെ ഒരാൾ പറഞ്ഞു മമ്മൂട്ടിക്ക് പണ്ടോട്ട് പെണ്ണാണെന്നോ അത് കൊടുത്തില്ല. പക്ഷെ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞാലും മമ്മൂട്ടിക്ക് വേണോ നല്ല അവിടെ ചെന്നാലും നമുക്കൊരു അഭിമാനമുണ്ട്. എന്റെ അയൽവക്കക്കാരനാണെന്ന് പറയാൻ അഭിമാനം, സുഖമല്ലേ. അധികാരം നേടിയതാണ്. ഇനി നേടാവുന്നില്ല. അപ്പുറത്തെ അതിന്റെ അങ്ങേപ്പല്ല. സാധാരണ ഈ കൊടുമുടികളിൽ കയറി പോകുന്നവരാണ് ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിൽ കയറി പോകുന്നത്. പക്ഷെ പുള്ളി അതിനേക്കാളും മേലെ എത്തിക്കഴിഞ്ഞു. സന്തോഷം എത്തട്ടെ. ഇവിടുത്തെ ചേട്ടനൊക്കെ പുള്ളിക്കരിയായി പ്രായമുള്ള തന്നെയായി പോയി.
അവരൊക്കെ പുള്ളിക്കാരൻ അവരുടെ തേങ്ങ പെറുക്കുകാരൻ, ചുമട്ടുകാരൻ. ഇതിപ്പോ ഈ തറവാട് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു? ഇത് 2 ഏക്കറാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അളവിക്കാരൻ അറിയില്ല. എന്നാലും അത്രയൊക്കെ ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ടാവും. ആണ് അവര് നല്ല ഒരു അത്ര താഴെ നിന്നൊന്നും അല്ല അവരങ്ങനെ മേപ്പോട്ട് കയറിയിരിക്കണം. പിന്നെ പുള്ളി കയറിയത് അദ്ദേഹം കയറുന്നത് മമ്മൂട്ടി കയറിയത് മമ്മൂട്ടി കഴിവാണ് തന്നെയാണെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ ഭാവാഭിനയത്തിൽ മമ്മൂട്ടി ഒരു സാധാരണക്കാരന്റെ വേഷം എടുത്താൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും മനസ്സുകൊണ്ട്. എടാ അത് എൻ്റെ ഒരു മനസ്സാണല്ല, അദ്ദേഹം എൻ്റെതല്ല, പുള്ളി അങ്ങനെ ആ ഒരു വേഷം എടുക്കണമുണ്ടല്ല, ഒരു കരച്ചിൽ വരെ പുള്ളി അത് ഒന്നും പോകണ്ട. പുള്ളിക്ക് ആ കരച്ചിൽ പുള്ളി കാണിക്കുകയാണ്. നല്ല വ്യക്തിയല്ലേ. പിന്നെ സുഖയിലാവുമ്പോൾ നമ്മൾ കണ്ടില്ല, നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ വലിയ ഇതാണ്, ഭയങ്കര അഭിമാനം അദ്ദേഹത്തിന്. അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ ഇവിടെ നിന്ന് കിഴക്ക് പാടമുണ്ട്, പാടം കാണാമായിരുന്നു. ഇവിടെ ഇത്രയും വീടൊന്നും ഇല്ല പണ്ട്. ഇപ്പൊ ഈ അടുത്ത കുറെ കാലങ്ങൾക്ക് ശേഷം വന്ന വീടുകൾ. അന്നത്തെ ഞങ്ങൾ മാത്രമേ ചുരുക്കം വീടുകളും ഇവരുണ്ട്. ബാക്കി ഇവരെ വീട്ടിൽ നിന്ന് നോക്കി കിഴക്ക് പാടം കാണാം. അപ്പൊ ആ ഒരു കാലഘട്ടം മാറിപ്പോ, കാലം മാറിപ്പോയി. വീടുകളായ ആൾക്കാർക്ക് സ്ഥലങ്ങളില്ല, വെള്ളത്തൊക്കെ വെച്ച് താമസിക്കണം. അങ്ങനെയൊക്കെ. കണ്ടുണ്ടോ മമ്മൂട്ടീനെ? കണ്ടുണ്ടോ? ഇവിടെ വന്നുണ്ടോ മമ്മൂട്ടി? ആഹാ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അത്രേ ഉള്ളു. അടിപൊളി. ഇബ്രാഹിം കുട്ടി വന്നിട്ട് 5-6 വർഷമായിരുന്നു. 5-6 കൊല്ലം. ഇബ്രാഹിം കുട്ടി വന്നപ്പോ ഈ അമ്മച്ചിനൊക്കെ പിന്നെ ഞാനും ഇടട്ടെ. ആകെ എന്താണ് മമ്മൂട്ടിയൊന്നും വലിയ എന്തൊന്നും ഉള്ളതല്ല ഇവിടെ. മമ്മൂട്ടി കൊച്ചിലെ തന്നെ കൊണാനെടുത്ത പ്രായത്തിൽ ഞങ്ങൾ ഇടിയിട്ട് കണ്ടെന്ന് തിന്നു നക്കേച്ചും ഒക്കെ പോയ മമ്മൂട്ടി. ആ മമ്മൂട്ടീനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ കിടന്നാണ് വാപ്പായും ഉമ്മായും ഒക്കെ മരിച്ചപ്പോൾ കൊണ്ടുവന്നു. വാപ്പ ഇവിടെ മരിച്ചത്, ഉമ്മ മരിച്ചപ്പോൾ ഈ പള്ളിയിൽ കൊണ്ടുവന്നേ ഇല്ല. മമ്മൂട്ടീനെ കണ്ട ആൾക്കാർ ആരും അങ്ങനെ ഇല്ല. അവൻ അങ്ങനെയുള്ളതാണ്. പക്ഷെ കൊച്ചിലെ എന്ന് പറഞ്ഞാൽ എടാ പോടാ എന്തായിരുന്നു, എടാ പോടാ നീ കപ്പ വെച്ച് തിന്ന് ചൂണ്ടയിട്ട് എന്നും പറഞ്ഞൊക്കെ നടക്കും. അങ്ങനെ ഒരു നടന്ന ആൾക്കാരാണ്. പക്ഷെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ. ഞാൻ അവർക്കിടെ വീട്ടിൽ നിൽക്കണതാ. അവർക്കിടെ കൊച്ചാപ്പാടെ വീട്ടിലായിരുന്നു. ഇവൻ എന്നും പിന്നെ കഞ്ഞി കുടിക്കാൻ പറ്റും. അവിടെ ഒന്നും ഇല്ല, അവൻ്റെ വീട്ടിൽ എങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അന്നൊക്കെ. അവിടെയാണ് വന്നത്. അവർക്ക് മക്കളൊന്നും ഇല്ലാത്തതാണ്. അവരൊരു മമ്മൂട്ടിയുടെ കൊച്ചാപ്പക്കും മക്കളൊന്നുമില്ല. പക്ഷെ അവര് ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളാണെങ്കിലും മക്കളില്ലായിരുന്നു അവർക്ക്. അവരങ്ങനെ ഇവരൊക്കെ വരുമ്പോഴാണ് വല്ല നേരെ വെച്ച് അവിടെ എങ്ങൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ എന്നെ വിളിക്കും. ഞാൻ പറയും ഇവിടെ ഇല്ലടാ പോടാ, ഞങ്ങൾക്ക് തിന്നണ്ടേ, നീ അവല് തന്നിട്ട് തിന്നും. ഇതൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ടാണ്. തമാശക്ക് എന്ന് വെച്ചാൽ അവന് ഇല്ലേ ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവൻ്റെ അനിയന്മാർ വന്ന് അപ്പം വരും ഇവിടെ എൻ്റെ വീട്ടിൽ ഫോട്ടോ എടുക്കും. ഞങ്ങൾ എല്ലാവരെയും തിരക്കി അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പക്ഷെ ഈ മമ്മൂട്ടീനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നാലും നിങ്ങൾ കയറ്റിയൊന്നുമില്ല, ഒന്നുമില്ല. പണ്ടത്തെ കാലമല്ലേ, പണ്ട് വാപ്പായും. മമ്മൂട്ടിയുടെ ഒക്കെ കല്യാണമൊക്കെ ഏത് വീട്ടിൽ വെച്ച നടന്നത്? കല്യാണം നടന്നതൊക്കെ അവിടെ ആ ഒരു വീട്ടിൽ വീട്ടിലാണ്. അതൊക്കെ പൊളിച്ച് എല്ലാം വിറ്റില്ലേ. അതാണ് ഒരു സങ്കടം. ഇവനെ ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും ഇടായിരുന്നില്ലേ എന്റെ മമ്മൂക്ക? ചെയ്യും. അതെ അന്ന് അവന് ഈ ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും ഇവിടെ ഇട്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടുകാരനാണെന്നും പറഞ്ഞു വരാറുന്നില്ല. നമ്മക്ക് ചെല്ലല്ലോ അതുപോലും ഫലമില്ല. അന്നത്തെ കാലമൊന്നും അല്ല. എന്തായാലും ചെമ്പിൽ ആൾക്കാരോട് മമ്മൂട്ടി ചെയ്ത ചതി അല്ലേ? മമ്മൂട്ടി വന്നാ അന്നാ മമ്മൂട്ടിയുടെ അനിയന്മാർ ചോദിച്ചാ
എന്താ കൊച്ചാമനെന്നും വിളിച്ചു വരും. അത് വേറെ. ഇവനാ വാട്ടി ഓടിച്ചാലും പോയി അല്ലാത്തതാണ്. പക്ഷെ എന്താ വന്നപ്പോ മാറിയില്ലേ മമ്മൂട്ടി. അതാണ് മമ്മൂട്ടി ഇപ്പൊ ഇവിടെ എങ്ങും വരാറുമില്ല. മമ്മൂട്ടിയുടെ അനിയനാണെങ്കിൽ വരും, എൻ്റെ ഭർത്താവ്. അതിനൊക്കെ വരികയും പോവുകയും വിളിക്കുകയും ചെയ്യും. മമ്മൂട്ടി വരികയല്ല.